നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. കൊളംബിയ പ്രീ ക്വാർട്ടറിലെത്തിയിരിക്കുന്നു. ഘാനയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കൊളംബിയ തോൽപ്പിച്ചത്. കൊളംബിയയ്ക്ക് വേണ്ടി 14ാമത്തെ മിനിറ്റിൽ അരിയാസ് ആണ് ഗോളടിച്ചത്. ആ ഗോളോടുകൂടി ഇരു ടീമുകളുടെയും ഗോളടി അവസാനിച്ചു. ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ കൊളംബിയ ഒരു ഗോൾ മുന്നിലായിരുന്നു. തീർച്ചയായിട്ടും കൊളംബിയയ്ക്ക് ബോൾ പൊസഷനിലും അറ്റാക്കിങ്ങിലും ഒക്കെ മുൻതൂക്കമുണ്ടായിരുന്നു. പക്ഷേ ഗാന പിടിച്ചു നിന്നു. ഗാന എല്ലാ രീതിയിലും ഗോളടിക്കാൻ ശ്രമിച്ചു. സമനില ഗോളിനായി ശ്രമിച്ചെങ്കിലും കൊളംബിയൻ പ്രതിരോധത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഒരൊറ്റ ഗോളിന് 14ാമത്തെ മിനിറ്റിലെ ഒരൊറ്റ ഗോളിന് കളിയിലാകെ ഉണ്ടായ ആ ഗോളാണ്. അതിനുശേഷം കൊളംബിയ തുടർന്നും കൂടുതൽ ഗോളടിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഘാന നന്നായി പ്രതിരോധിച്ചു നിന്നു. അതേസമയം ഘാനയ്ക്ക് ഒരു സമനില ഗോൾ നേടാൻ കഴിഞ്ഞതുമില്ല. എന്തിനേലും ഘാന പുറത്തേക്ക് പോകുന്നു, ലോകകപ്പിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. കൊളംബിയ റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുന്നു. അതിനപ്പുറം പ്രത്യേകിച്ച് പറയാനുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി കളിയൊന്നും ആയിരുന്നില്ല. ഒരു സാധാരണ കളിയായിരുന്നു. അതിൽ കൊളംബിയ ഒരു ഗോളിന് ഘാനയെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിലെത്തിയിരിക്കുന്നു.